കാന്തപുരത്തെ പിന്തുണച്ച മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ വിമർശിച്ച ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച മതവിധി കാന്തപുരം പറഞ്ഞപ്പോൾ പിന്തുണച്ചവർ സമസ്ത പറഞ്ഞപ്പോൾ കൊഞ്ഞനം കാട്ടി. കാന്തപുരത്തെ പിന്തുണച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു. മതപണ്ഡിതർ മതശാസനകൾ സ്വന്തം അനുയായികളോട് പറയുമ്പോൾ മതത്തിലും ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകൾ അതിലെന്തിനാണ് ഇടപെടുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യം ഇപ്പോഴും ചോദിക്കുന്നു, ആ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം ആ പറഞ്ഞത് എല്ലാവരും അംഗീകരിക്കണമെന്നില്ലല്ലോ. ഒരു മതപണ്ഡിതൻ പറയുന്നത് ആ മതത്തിൽ തന്നെ വേറൊരു വിഭാഗം അംഗീകരിക്കണമെന്നില്ല. പക്ഷെ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ ചെയ്യാനുള്ളവർക്ക് അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും വകവെച്ച് കൊടുക്കണമെന്ന് മാത്രമാണ്. ഞാൻ രാഷ്ട്രീയക്കാരനാണല്ലോ, സ്വാഭാവികമായും ഞാൻ പറയൽ രാഷ്ട്രീയം തന്നെയല്ലേ. എനിക്ക് രാഷ്ട്രീയം മാത്രമേ പറയാൻ കഴിയൂ. എല്ലാവർക്കും അവരുടെ മതവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ കൊടുക്കും. അങ്ങനെ നടപ്പാക്കിയാൽ പോരെ. ജെഫ്രി തങ്ങൾക്ക് മറുപടിയുമായി PMA സലാം മതപണ്ഡിതർ പറയുന്ന മതശാസനയിൽ മതവിശ്വാസമില്ലാത്തവർ എന്തിനിടപെടുന്നു എന്ന ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. മതശാസന പറയുന്നവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അത് കേട്ടതുമാണ്. അനൽക്ക സേത് ചേർന്ന് കോഴിക്കോട്. അനൽക്ക, പറയുന്ന പോലെ മതം പറയുമ്പോൾ എന്തിനാണ് CPM ഇടപെടുന്നത് എന്നും കാന്തപുരം എന്നും തെറ്റുകൾക്കെതിരെ നിൽക്കുന്ന വ്യക്തിയാണെന്നുമായിരുന്നു PMA സലാമിന്റെ പരാമർശം. ഇപ്പോൾ ജെഫ്രി തങ്ങൾ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പുതിയൊരു തലത്തിലേക്ക് എത്തുന്നുണ്ടോ ഈ വിവാദം? PMA സലാമിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് അതിന് ജെഫ്രി തങ്ങൾ മറുപടിയുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു വിവാദങ്ങൾക്ക് തുടക്കമായത്. കഴിഞ്ഞ ദിവസമാണ് ഈ കാന്തപുരത്തെ പിന്തിരിപ്പൻ നയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വിമർശിക്കുന്നു. അതിന് പിന്നാലെയാണ് സമസ്ത വിഭാഗം ഒറ്റക്കെട്ടായി രംഗത്തെത്തി. അതിന് തൊട്ട് പിന്നാലെ ലീഗും നിലപാട് വ്യക്തമാക്കുന്നു. പിന്നീട് PMA സലാം പറയുന്നുണ്ട്, മതം പറയുമ്പോൾ എന്തിനാണ് CPM ഇടപെടുന്നത് എന്നും കാന്തപുരം എന്നും തെറ്റുകൾക്കെതിരെ പറയുന്ന വ്യക്തിയാണെന്നും. ഇതിനൊക്കെയാണ് ഇപ്പോൾ ജെഫ്രി തങ്ങൾ മറുപടി നൽകിയിരിക്കുന്നത്. അനൽക്ക, കേൾക്കാമെങ്കിൽ പറയാം, ഈ വിവാദം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണോ? ഈ സേതുലക്ഷ്മി, അതായത് ഇപ്പോൾ ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് അതായത് അദ്ദേഹം അത്തരത്തിലൊരു പരാമർശം നടത്തുന്നു. പക്ഷേ അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും അത് വിവിധ രാഷ്ട്രീയ മത നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അതായത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാമാണ് കാന്തപുരത്തിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത്. ആ ഒരു വിഷയത്തിനകത്താണ് ജെഫ്രി മുത്തുക്കോയത്തങ്ങൾ മറുപടി പറയുകയും അദ്ദേഹം രാഷ്ട്രീയ താല്പര്യത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ പിന്തുണച്ചതെന്നൊരു വിമർശനം ഉന്നയിക്കുന്നത്. അതിന് മറുപടി ഒന്നോണമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഈ PMA സലാം അതായത് ഇത്തരത്തിലുള്ള അതിന് മറുപടി എന്നോണം ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഈ മതവിധി പറയുന്ന ആൾക്കാർ, മതവിശ്വാസമുള്ള വ്യക്തികൾ ഇത്തരത്തിൽ അവർക്ക് അത്തരം കാര്യങ്ങളിൽ നിലപാട് പറയാനുള്ള അധികാരം അല്ലെങ്കിൽ അധികാരമുണ്ടെന്നാണ് ഈ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി മതശാസനം പറയുന്നവർക്ക് അതിനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊഞ്ഞനം കുത്തിയവർ, അതായത് ജെഫ്രി തങ്ങൾ പറഞ്ഞ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത്, മതവിധികൾ പുറപ്പെടുവിച്ച സമയത്ത് അതിനെതിരെ കൊഞ്ഞനം കുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ജെഫ്രി തങ്ങൾ പരോക്ഷമായിട്ടായിരുന്നു അന്ന് ഈ PMA സലാമിനെതിരെ അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചത്. ആ ഒരു വിമർശനത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, അതായത് ഞങ്ങളാരും കൊഞ്ഞനം കുത്തിയിട്ടില്ല, അത് അത്തരം രൂപത്തിൽ അധിക്ഷേപിച്ച് സംസാരിച്ച ആൾക്കാർക്കുള്ള മറുപടി ആയിരിക്കും ജെഫ്രി തങ്ങൾ പറഞ്ഞത് എന്നാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം PMA സലാം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ കാന്തപുരത്തിന്റെ മെക്സവനി വിവാദവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇപ്പോൾ EK സമസ്തയും AP സമസ്തയും തമ്മിൽ ഈ പല കാര്യങ്ങളിൽ വിയോജിപ്പ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മെക്സവനി വിവാദവുമായി ബന്ധപ്പെട്ട് അതായത് ഈ EK സമസ്തയുടെ പല പ്രധാനപ്പെട്ട നേതാക്കളും, അതായത് മുസ്തഫ മുണ്ടുപാറയും അതോടൊപ്പം തന്നെ മറ്റു അങ്ങനെ പല സത്താർ പന്തല്ലൂരും അടക്കമുള്ള നിരവധിയായിട്ടുള്ള EK വിഭാഗം സമസ്ത നേതാക്കളെല്ലാം തന്നെ ഈ കാന്തപുരത്തിന് അനുകൂലമായി രംഗത്ത് വരുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു
മതനേതാവാണ്, മതവിധിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന രീതിയിലുള്ള ഒന്നൊരു നിലപാടാണ് അവരെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ഈ കാന്തപുരത്തിന്റെ CPM വിമർശനത്തിന് പിന്തുണയുമായി, അതായത് കണ്ണൂർ ജില്ലയിൽ CPMന് എത്ര ഏരിയ സെക്രട്ടറിമാരുണ്ട്, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ CPM പാർട്ടിയുടെ നേതൃത്വത്തിൽ എത്ര CPM വനിതകൾ CPM നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാന്തപുരത്തിന്റെ വിമർശനത്തിന് പിന്തുണയുമായി BMSLM രംഗത്തെത്തിയത്, കാന്തപുരം പിന്തുണയുമായി രംഗത്തെത്തിയത്. അത്തരമൊരു ഘട്ടത്തിലൊക്കെ തന്നെ ഈ സമസ്തയിൽ തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സമസ്തയിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ PMSLM വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലായിരുന്നു ഈ ജിഫ്രി തങ്ങളെയും അതേപോലെ തന്നെ സമസ്ത ലീഡർഷിപ്പിനൊക്കെ തന്നെ ലീഗുമായി അടുത്തു നിൽക്കുന്ന സമസ്ത EK വിഭാഗം നേതാക്കൾക്കെതിരെയൊക്കെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഈ PMSLM കാന്തപുരത്തോട് അടുക്കാനുള്ള ശ്രമം കാട്ടുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഉമർ ഫൈസിക്കും അതേപോലെ തന്നെ ഹമീദ് ഫൈസിക്കും എതിരെയൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു PMSLM. ഇപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാകും ഈ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ വിവാദം മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ടറിയാം. വരും മണിക്കൂറുകളിൽ തന്നെ അറിയാം. ശരിയാണ് അൽക്ക.